ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ദശാംശ സംഖ്യകൾ എന്ന ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 54.5 ഹരിക്കണം 5. 54.5 ഹരിക്കണം 5. അപ്പൊ ഇവിടെ നമുക്ക് അംശത്തിൽ മാത്രമേ പോയിന്റ് ഉള്ളൂ അല്ലെ, പോയിന്റ് ഇല്ലാണ്ട് ഹരിക്കുക. 545 ഹരിക്കണം 5. 545 ഹരിക്കണം 5. 5 ചെയ്യുമ്പോൾ ഒരഞ്ച് 5 വരും. 4 4ലില്ല, അപ്പൊ ഒരു 0 കൊടുക്കുക. 5 9 5 45 എന്ന് വരും അല്ലെ, 9 5 45. അപ്പൊ നമുക്ക് ഹരിച്ചാൽ കിട്ടുന്നത് 109 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, പോയിന്റിന് ശേഷം എത്ര സ്ഥാനമാണുള്ളത്? ഒരു സ്ഥാനല്ലേ. അപ്പൊ ഉത്തരത്തിലും അത്ര തന്നെ സ്ഥാനമായിരിക്കും വേണ്ടി വരിക. അതായത് ആൻസർ 10.9 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14.24 ഹരിക്കണം 8. 14.24 ഹരിക്കണം 8. അപ്പൊ സംഖ്യ മാത്രം ഒന്ന് ഹരിക്കുക കേട്ടോ. 1424 ഹരിക്കണം 8 1424 അല്ലെ, ഹരിക്കണം 8 എത്രയാ വരിക? ഒരെട്ട് 8 വരും, ബാക്കി 6 വരും അല്ലെ. 62 62ല് 7 വരും അല്ലെ. 8 7 56 വരും, ശിഷ്ടം 6 വരും, 64. അതായത് 8 8 64 വരും. 8 8 64. ഇപ്പൊ നമുക്ക് ഹരിച്ചാൽ കിട്ടുക 178 ആണ് ഹരിച്ചാൽ കിട്ടുക. ഇവിടെ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം വന്നു? 2 സ്ഥാനം. ഇപ്പൊ ഉത്തരത്തിലും 2 സ്ഥാനം വേണം. 1.78 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ ഹരിക്കുക. 5 6 8 7 ഹരിക്കണം 11. 5 പ്രാവശ്യം 55 വരും. 18 ഒരു പ്രാവശ്യം 11 വരും. 7 77 7 വരും അല്ലെ. 517 വരും. 517. ഇനി പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം. അപ്പൊ ഉത്തരത്തിലും 2 സ്ഥാനം വേണം. 5.17 5.17. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 3.1 ഹരിക്കണം 2. 3.1 ഹരിക്കണം 2. ഒരു 2 2 എന്ന് വരും അല്ലെ. അപ്പോൾ ശിഷ്ടം 1. അപ്പോൾ പൂർണ്ണസംഖ്യയുടെ പാർട്ട് കഴിഞ്ഞു. പിന്നെ ദശാംശ ഭാഗമാണ് വരുന്നത്. ഇപ്പോൾ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ദശാംശ ഭാഗത്തിലുള്ള നമ്പർ തൊട്ട് താഴെ എടുത്ത് എഴുതുക. 11ല് 5 2 10 എന്ന് വരും. 5 2 10. പിന്നെ ശിഷ്ടം 1 വന്നു അല്ലെ. അപ്പൊ ശിഷ്ടം 1 വന്നാൽ നമ്മളൊരു 0 ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. പക്ഷെ ഇവിടെ ഓൾറെഡി പോയിന്റ് വന്നതുകൊണ്ട് രണ്ടാമത് വീണ്ടും പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. 0 0 ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. ഇനി 10ൽ എത്ര 2 ഉണ്ട്? 5 2 10. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ വരിക? 1.55. അടുത്തതും കൂടി പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. 35.523 ഹരിക്കണം 3. എത്ര വരും? 3ല് ഒരു തവണ അല്ലെ. ഒരു 3 3 വന്നു. പിന്നെ 5 ഒരു 3 3, ബാക്കി 2 വന്നു അല്ലെ. അപ്പൊ പൂർണ്ണസംഖ്യയുടെ പാർട്ട് കഴിഞ്ഞു. പോയിന്റ് ഇട്ട് കൊടുക്കുക. അടുത്ത നമ്പർ 5 ആണ്. അപ്പോൾ 3 8 3 24 വന്നു അല്ലെ. 8 3 24. ശിഷ്ടം 1 വന്നു. 12 വന്നു. അടുത്ത നമ്പർ താഴെ എടുത്ത് എഴുതുക. 2 12. 12ല് 4 3 12 ആണ്. പിന്നെ അടുത്ത നമ്പർ 3 ആണ്. ഒരു 3 3. അപ്പോൾ ഹരിച്ചാൽ എത്രയാ കിട്ടുക? 11.841 ആണ് വരിക. 11.841. അടുത്തൊരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. 105.728 ഹരിക്കണം 7 സമം 15.104. അപ്പൊ ഇത് ഹരിച്ചാൽ 7 കൊണ്ട് ഹരിച്ചാൽ 15.104 ആണ് കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവ ഹരിച്ചു നോക്കാതെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പോയിന്റ് എങ്ങനെ കൊടുക്കുന്ന അറിയണം അല്ലെ. അതായത് 105.728 ഹരിക്കണം 7. ഇവിടെ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം വന്നു? 3 സ്ഥാനം വന്നു. ഉത്തരത്തില് 3 സ്ഥാനം തന്നെ, സെയിം നമ്പർ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ പോയിന്റിന് ശേഷമുള്ള സംഖ്യ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഈ 3 ക്വസ്റ്റ്യനിലും സെയിം നമ്പർ തന്നെയാണ് അല്ലെ. പോയിന്റ് നോക്കണ്ട. 105.728 105.728 ഈ 3 ക്വസ്റ്റ്യനിലും അതേ നമ്പർ തന്നെയാണ്. ഹരിക്കണം 7 തന്നെയാണ്. അപ്പൊ ഉത്തരം എത്ര തന്നെയായിരിക്കും? എല്ലാ കേസിലും 15.104. 1 5
104 1514 ഇത് തന്നെയായിരിക്കും നമ്പർ വരിക. ഇനി നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോയിന്റ് 28 എത്ര സ്ഥാനമാണുള്ളത്? 2 സ്ഥാനം. അപ്പൊ പോയിന്റിന് ശേഷം 2 സ്ഥാനം, അതായത് 151.04. അടുത്ത ക്വസ്റ്റ്യനിൽ എത്ര സ്ഥാനമുള്ളത്? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 1.05728 1.05728. പോയിന്റിന് ശേഷം എത്ര സ്ഥാനം വന്നു? 5 സ്ഥാനങ്ങൾ വന്നു അല്ലെ. അപ്പൊ ഇവിടെ 5 സ്ഥാനങ്ങൾ വേണം. 1 2 3 4 5 പോയിന്റ് ഇവിടെ വരും, ഒരു 0 കൊടുക്കുക. അടുത്തതിലോ? അടുത്തതിൽ 4 ദശാംശ സ്ഥാനങ്ങൾ വന്നു അല്ലെ. അപ്പോൾ 4 ദശാംശ സ്ഥാനം വേണം. 1 2 3 4, അതായത് 1.5104 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആണല്ലേ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് സംഖ്യ അറിയില്ല അല്ലെ. അപ്പൊ സംഖ്യ എന്തായിട്ട് എടുക്കാം? എക്സ്. അതിനെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി എന്നാ പറയുന്നത്? 145.71 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ഗുണിക്കല് തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് ആകുമ്പോൾ ഹരിക്കലാകും. അപ്പൊ എക്സ് സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് 145.71 ഹരിക്കണം 9 ചെയ്യാം. ഹരിച്ചാൽ കിട്ടുക 16.19 ആണ്. 16.19, അതായത് എക്സ് എന്ന സംഖ്യ എത്രയാണ്? 16.19. എക്സ് എന്ന സംഖ്യ 16.19, അതായത് 145.71 9 കൊണ്ട് ഹരിച്ചാൽ 16.19 ആണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന കണക്കുകൾ ചെയ്യുക. ചുവടെ കൊടുത്തിരിക്കുന്ന കണക്കുകൾ ചെയ്യുക. ഇനി ഇവിടെ 16.34 ഹരിക്കണം 100. 14.34 ഹരിക്കണം 100 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഹരിക്കണം ഈ 100 1000 ഇങ്ങനെ 0 വന്നിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റും കൂടി അധികം ഇട്ട് കൊടുത്താൽ മതി. എത്ര 0 ആണോ അതിന് കണക്കായിട്ട് പോയിന്റ് അധികം ഇട്ട് കൊടുക്കുക. ആ പോയിന്റ് എവിടെയാണ് അധികം ഇട്ട് കൊടുക്കേണ്ടത്? അതിന്റെ പൂർണ്ണസംഖ്യ പാർട്ടില്ലേ. ദശാംശ സംഖ്യ പിന്നെ നോക്കിയേ വേണ്ട. പോയിന്റിന്റെ കേസിൽ പൂർണ്ണസംഖ്യ നോക്കുക. പൂർണ്ണസംഖ്യ കണക്കായിട്ട് എത്ര 0 ആണോ വരുന്നത് അതിന് കണക്കായിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ വരിക ഒരു 0 ആണ്. അപ്പോൾ ഇവിടെ വരും 1.634. അതായത് നോക്കുക, ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. 16.34 ഹരിക്കണം 10 എന്നാണ് അല്ലെ. അപ്പൊ 10. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ പാർട്ട് നിങ്ങൾ നോക്കണ്ട, അതായത് ഇവിടെ ദശാംശ ഭാഗം നോക്കണ്ട. പൂർണ്ണസംഖ്യയുടെ ഭാഗം ഉണ്ടല്ലോ, പൂർണ്ണസംഖ്യയുടെ ഭാഗം 16 ആണ്. അപ്പൊ 10 വരുമ്പോ ഒരു 0 അല്ല. അപ്പൊ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ പോയിന്റ് വരിക, പോയിന്റ് ഇവിടെ വരും 1.6. പിന്നെ ബാക്കി ആ ദശാംശ ഭാഗം അതേപടി എടുത്ത് എഴുതുക. പിന്നെ 2 പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഒരു പോയിന്റ് മാത്രം, അതായത് ആ 3ന്റെ അടുത്തുള്ള പോയിന്റ് ഒഴിവാക്കിയിട്ട് 6ന്റെ അടുത്തേക്ക് കൊടുക്കുക. അപ്പോ 1.634. ഇനി ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിലോ 16.34 ഹരിക്കണം 100. ഹരിക്കണം 100 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ 2 0 വന്നു അല്ലെ. അപ്പൊ 2 ദശാംശ സ്ഥാനം വേണം. ഏത് പൂർണ്ണസംഖ്യയുടെ ഭാഗമാണ് നോക്കുക? പൂർണ്ണസംഖ്യയുടെ ഭാഗം 16 ആണ് അല്ലെ പൂർണ്ണസംഖ്യയിൽ. അതിൽ 2 ദശാംശ സ്ഥാനം ഇട്ട് കൊടുക്കുക. ഇപ്പൊ 2 ദശാംശ സ്ഥാനം എന്ന് പറയുമ്പോൾ 1ന്റെ അടുത്ത് വരും അല്ലെ. അതായത് 0.16 പിന്നെ ബാക്കി ദശാംശ സംഖ്യ എടുത്തെഴുതുക. 0.1634. 0.2 വന്നതുകൊണ്ട് 2 ദശാംശ സ്ഥാനം പോയിന്റ് 1ന്റെ അടുത്ത് വരും. 1ന്റെ അടുത്താണ് പോയിന്റ് വരിക. അപ്പൊ 0.1634 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ 25.765 ഹരിക്കണം 100. 100 ആണല്ലേ. അപ്പൊ എത്ര ദശാംശ സ്ഥാനം കൊടുക്കണം? 2 അധികം കൊടുക്കണം. പൂർണ്ണസംഖ്യയിൽ 2 ദശാംശ സ്ഥാനം. അപ്പൊ 765 ദശാംശ ഭാഗമാണ്, അത് അവിടെ തന്നെ വെക്കുക അല്ലെ. ഇനി ബാക്കി നോക്കുക, 100 ഏതുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? പൂർണ്ണസംഖ്യ പാർട്ടില്ലേ, പൂർണ്ണസംഖ്യയുടെ പാർട്ടാണ്. അപ്പൊ പൂർണ്ണസംഖ്യ ദശാംശ സംഖ്യയുടെ ഭാഗമൊക്കെ വിശദമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ പൂർണ്ണസംഖ്യയുടെ പാർട്ട് 25 ആണ്. അപ്പൊ അതിന് 2 ദശാംശ സ്ഥാനം കൊടുക്കുക 100 ആയതുകൊണ്ട്. അപ്പൊ 5 ഒരു ദശാംശ സ്ഥാനമായി, 2 ദശാംശ സ്ഥാനമായി പോയിന്റ് ഇട്ടു. 0.25765 എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 347.5 ഹരിക്കണം 100. 347.5 ഹരിക്കണം 100. അപ്പൊ ദശാംശ ഭാഗം എടുത്തെഴുതി. അതിന് പോയിന്റുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഇനി ഇവിടെ എത്ര 0 ഉണ്ട്? 2 0 വന്നു. അപ്പൊ പോയിന്റ് ശേഷം എത്ര ദശാംശ സ്ഥാനം വേണം? 2 ദശാംശ സ്ഥാനം വേണം അല്ലെ. അപ്പൊ 7 ഒരു ദശാംശ സ്ഥാനം, 4 രണ്ടെണ്ണായി. പിന്നെ പോയിന്റ് ഇട്ട് കൊടുക്കുക 3. 3.475 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ
ദശാംശ ഭാഗം ആദ്യം എടുത്ത് എഴുതുക കേട്ടോ, 4. ഇനി ഇവിടെ എത്ര സീറോ വന്നു? 3 സീറോസ് വന്നു. അപ്പൊ എത്ര ദശാംശ സ്ഥാനം വേണം? 3 ദശാംശ സ്ഥാനം വേണം. 3 ദശാംശ സ്ഥാനത്തിൽ ആദ്യത്തെ ഒരു ദശാംശ സ്ഥാനം 8, പിന്നെ രണ്ടാമത്തതിൽ 3, മൂന്നാമത്തതിൽ 2. പോയിന്റ് ഇട്ട് കൊടുക്കുക 0. അപ്പൊ 0.2384 എന്നാണ് ആൻസർ വരുന്നത്. 0.2384. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.